ഹലോ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ യൂണിറ്റ് 1 മൈ ലാൻഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ടിംഗ്ലിംഗ് ബെൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ദ ടിംഗ്ലിംഗ് ബെൽസ്. ദ ടിംഗ്ലിംഗ് ബെൽസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബെല്ലാണ്. ചെറിയ പെറ്റ്സിന്റെ ഒക്കെ കഴുത്തിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള കുഞ്ഞു മണികൾ, അതിനാണ് ടിംഗ്ലിംഗ് ബെൽസ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തില് ഒരു കുട്ടിയെ കണ്ടില്ലേ? അവന്റെ പേരാണ് ചിന്ന. ഇത് ചിന്നയുടെ സ്റ്റോറിയാണ്. അപ്പൊ ചിന്നയുടെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? ലെറ്റ് us read. ചിന്ന വാസ് എ ലിറ്റിൽ ബോയ് ഹു ലിവ്ഡ് ഇൻ എ വില്ലേജ്. ചിന്ന ഒരു വില്ലേജിൽ താമസിച്ചിരുന്ന ചെറിയ കുട്ടിയാണ്. ഹി സ്റ്റഡീഡ് ഇൻ ഗ്രേഡ് 4. അവനും നിങ്ങളെ പോലെ തന്നെയാണ്. അവൻ 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഹി വാസ് എ ബ്രൈറ്റ് ബോയ് ഹു ലൈക്ക് ടു റീഡ് സ്റ്റോറി ബുക്സ് ആൻഡ് ലേൺ ന്യൂ തിങ്സ്. അവൻ ഒരു ബുദ്ധിമാനായ കുട്ടിയാണ്, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ഈ ലൈക്ക് ടു റീഡ് സ്റ്റോറി ബുക്സ് ആൻഡ് ലേൺ ന്യൂ തിങ്സ്. അവന് കഥാപുസ്തകങ്ങളൊക്കെ വായിക്കാൻ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ. ഹി ഹാഡ് മെനി ഫ്രണ്ട്സ് വിത്ത് ഹൂം ഹി പ്ലേഡ്. അവന് കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ അവൻ എപ്പോഴും കളിക്കുമായിരുന്നു. ബട്ട് most of all, he loved to play with his little pet kid named Tara. അവന് എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും അവരെക്കാളും ഒക്കെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവന്റെ പെറ്റ് ആയിട്ടുള്ള താരയുടെ കൂടെ കളിക്കാനായിരുന്നു. പെറ്റ് കിഡ് താര. കിഡ് എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടിയാണ്. ആടിന്റെ ചെറിയ കുട്ടികൾക്ക് കിഡ് എന്നാണ് പറയുന്നത്. മനുഷ്യക്കുട്ടികൾക്ക് കിഡ് എന്ന് പറയും. അതുപോലെ തന്നെ ആടിന്റെ ചെറിയ കുട്ടിക്കും കിഡ് എന്നാണ് പറയുന്നത്. താര വാസ് എ 5-month-old kid, milky white in color. താര 5 മാസം പ്രായമുള്ള വൈറ്റ് കളറുള്ള ഒരു ആട്ടിൻകുട്ടിയായിരുന്നു. One day, while coming back from school, ചിന്ന stopped at Chacha's shop. ഒരു ദിവസം ചിന്ന സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലുള്ള ചാച്ചാസ് ഷോപ്പിൽ സ്റ്റോപ്പ് ചെയ്തു. അവിടെ നിന്നു. He saw a pair of beautiful shiny tingling bells. ആ കടയില് അവനൊരു ബ്യൂട്ടിഫുൾ പെയർ ഓഫ് ഷൈനി ടിംഗ്ലിംഗ് ബെൽസ് കണ്ടു. ഭംഗിയുള്ള മണികൾ കണ്ടു. He went inside the shop and politely asked the shopkeeper to show him the tingling bells. അവനുള്ളിലേക്ക് കയറി ഷോപ്പ് കീപ്പറോട് വളരെ പൊളൈറ്റ് ആയിട്ട് ഈ ടിംഗ്ലിംഗ് ബെൽസ് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. Do you know, goats under the age of 6 months are called kids. ഗോഡ്സ് അണ്ടർ ദ ഏജ് ഓഫ് 6 months. ഇപ്പൊ ചെറിയ ആട്ടിൻകുട്ടികളെ കിഡ് എന്നാണ് പറയുന്നത്. 10 rupees please, ചാച്ച സെഡ്. അവിടുത്തെ ഷോപ്പ് കീപ്പറിനെ എല്ലാരും വിളിക്കുന്ന പേരെന്താണ്? ചാച്ച. അപ്പൊ ചാച്ച ചിന്നയോട് പറയാണ് 10 rupees please. ടിംഗ്ലിംഗ് ബെൽസ്. ഇവിടെ കണ്ടോ ടിംഗ്ലിംഗ് ബെൽസ്? ഈ ബെൽസിന് 10 rupees ആണ്. ചിന്ന ലൈക്ഡ് ദ ബെൽസ് a lot. He put his hands in his pocket to take out the money. അവൻ അവന്റെ പോക്കറ്റിൽ കൈയിട്ടു. ചാച്ചയ്ക്ക് പൈസ കൊടുക്കണ്ടേ? To take out the money. He was shocked to find that his money was missing. അയ്യോ, അങ്ങനെ പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്ന സമയത്ത് അവിടെ പൈസ ഇല്ല. He was shocked. പൈസ എവിടെ പോയി? And the money was missing. Oh, where's the money Dadaji gave me yesterday? Oh, ഇന്നലെ ദാദാജി തന്ന പൈസ എവിടെ പോയി? He searched all his pockets but couldn't find the money. അവൻ എല്ലാ പോക്കറ്റിലും തപ്പി നോക്കി, പക്ഷെ അവന് പൈസ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. Feeling sad, he returned the tingling bells to Chacha and began walking home. അവന് ഭയങ്കര സങ്കടമായി പോയി. പൈസ കൊടുത്താലേ ടിംഗ്ലിംഗ് ബെൽസ് കിട്ടുള്ളൂ അല്ലേ? ടിംഗ്ലിംഗ് ബെൽസ് വാങ്ങിക്കാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഫീലിംഗ് സാഡ്, വളരെ വിഷമത്തോടെ he returned the tingling bells to ചാച്ച. ചാച്ചയ്ക്ക് തന്നെ ആ ടിംഗ്ലിംഗ് ബെൽസ് തിരിച്ചു കൊടുത്തു. and began walking home. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. ചിന്ന reached home. ചിന്ന വീട്ടിലെത്തി. He removed his shoes and placed them in the corner. അവൻ അവന്റെ ഷൂസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു കോർണറിൽ നന്നായിട്ട് വെച്ചു. He went inside and dropped his school bag on the study table. അവൻ വീടിന്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് അവന്റെ സ്കൂൾ ബാഗ് സ്റ്റഡി ടേബിളിന്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്തു, അവിടെ വെച്ചു.
He sat on the chair and rested his head on the table. അതിനുശേഷം അവൻ ചെയറിൽ ഇരുന്നു കൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ കിടന്നു. His mother Kamala, who had been watching all this, came to Chinna. ചിന്ന സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിലെത്തിയതിനു ശേഷം അവന്റെ സ്വഭാവത്തിനൊക്കെ ആകെ ഒരു മാറ്റം അല്ലേ, ആകെ സാഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അമ്മ വന്നപ്പോ മുതൽ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹിസ് മദർ കമല, എന്താണ് അവന്റെ അമ്മയുടെ പേര്? കമല. ഹു ഹാഡ് ബീൻ വാച്ചിങ് ഓൾ ദിസ്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. കെയിം ടു ചിന്ന, അവര് അവന്റെ അടുത്തേക്ക് വന്നു. ഷീ ആസ്ക്ഡ് ജെന്റ്ലി, അവര് പതുക്കെ ചോദിച്ചു, വാട്ട് ഹാപ്പൻ ചിന്ന, എന്തു പറ്റി ചിന്ന? കമല ലേഡ് ഹെർ ഹാൻഡ് സോഫ്റ്റ്ലി ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അവരുടെ അമ്മ എന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് അവന്റെ ഷോൾഡറിൽ അവരുടെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. അറ്റ് വൺസ് ചിന്ന ഹഗ്ഡ് ഹെർ ആൻഡ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. ചിന്ന വളരെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിച്ചതും അമ്മ അവനോട് സ്നേഹം കാണിച്ചയും ആ ഒരു നിമിഷത്തില് ചിന്ന ഹഗ്ഡ് ഹെർ, ചിന്ന അവരെ കെട്ടിപ്പിടിച്ച് സ്റ്റാർട്ടഡ് ക്രൈയിങ്, കരയാൻ തുടങ്ങി. ഓൺ സീയിങ് ദിസ് കമല വൈപ്ഡ് ഹിസ് ടിയേഴ്സ്. ഇത് കണ്ടപ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടാവും അല്ലേ. അമ്മ വൈപ്ഡ് ഹിസ് ടിയേഴ്സ്, അമ്മ അവന്റെ കണ്ണുനീര് പതുക്കെ തുടച്ചു കൊടുത്തു. ആഫ്റ്റർ എ വൈൽ ചിന്ന ടോൾഡ് ഹെർ അബൌട്ട് ദ മിസ്സിംഗ് മണി. ആഫ്റ്റർ എ വൈൽ, കുറച്ച് കഴിഞ്ഞപ്പോ ചിന്ന ടോൾഡ് ഹെർ അബൌട്ട് ദ മിസ്സിംഗ് മണി, പൈസ കാണാതായതിനെ പറ്റി അമ്മയോട് അവൻ പറഞ്ഞു. കമല കൺസോൾഡ് ഹിം, കമല അവനെ കൺസോൾ ചെയ്തു, അവനെ ആശ്വസിപ്പിച്ചു. സെയിങ്, എന്ത് പറഞ്ഞിട്ടാണ്? ഐ എം സോ സോറി ഡിയർ, ഐ എം സോ സോറി, സാരമില്ല. ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ക്രൈ, ഇറ്റ്സ് ഓക്കെ, കരയണ്ട. ഐ വിൽ ഗിവ് യു മണി ടു ബൈ ദ ബെൽസ്, ഞാൻ നിനക്ക് ബെൽസ് വാങ്ങിക്കാനുള്ള പൈസ തരാം. ബട്ട് മേക്ക് ഷുവർ ടു ബി കെയർഫുൾ വിത്ത് മണി ഇൻ ദ ഫ്യൂച്ചർ. പക്ഷെ ഫ്യൂച്ചറിലും പൈസ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ, അത് മിസ്സാവാൻ അനുവദിക്കരുത്. ചിന്ന സ്മൈൽഡ്, ഇത് കേട്ടപ്പോ ചിന്ന ചെറുതായിട്ട് ചിരിച്ചു. അവന് ഭയങ്കര സന്തോഷായില്ലേ, അമ്മ പൈസ കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ചിന്ന സ്മൈൽഡ് ആൻഡ് സെഡ്, ഷുവർ അമ്മ, തീർച്ചയായും അമ്മ, ഞാനത് ശ്രദ്ധിച്ചോളാം. ദാറ്റ്സ് മൈ ബോയ്, cheer up. Now let's go to market to buy some fruits and vegetables. ദാറ്റ്സ് മൈ ബോയ്, അതാണ് എന്റെ കുട്ടി. cheer up, നല്ല ഹാപ്പി ആയിട്ടിരിക്കൂ. Now let's go to the market, നമുക്ക് മാർക്കറ്റിൽ പോവാം. എന്തിനാ? to buy some fruits and vegetables, കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോകാം. കമല said warmly, അമ്മ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. കമല ആൻഡ് ചിന്ന വെന്റ് ടു ദ മാർക്കറ്റ്. കമലയും ചിന്നയും മാർക്കറ്റിലേക്ക് പോയി. They bought apples, mangoes, tomatoes and brinjals. അവരെന്തൊക്കെയാ വാങ്ങിച്ചത്? ആപ്പിൾസ്, മാംഗോസ്, പിന്നെ ടൊമാറ്റോസ്, ബ്രിഞ്ചാൽസ് ഒക്കെ വാങ്ങി. ചിന്ന ഓൾസോ വാണ്ടഡ് പൈനാപ്പിൾസ്. ചിന്നയ്ക്ക് പൈനാപ്പിൾ വേണമായിരുന്നു. സോ ദേ സ്റ്റോപ്ഡ് അറ്റ് ദ പൈനാപ്പിൾ സ്റ്റോൾ. അപ്പോ അവര് പൈനാപ്പിൾ വാങ്ങിക്കാൻ വേണ്ടി പൈനാപ്പിൾ സ്റ്റോളിലേക്ക് പോയി. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ പൈനാപ്പിൾസ്? കമല ആസ്ക്ഡ്. അപ്പൊ അമ്മ ആ ഷോപ്പ് കീപ്പറോട് ചോദിക്കുക, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ പൈനാപ്പിൾസ്? എത്ര പൈസയാണ് പൈനാപ്പിൾസിന്? അതിന്റെ വില എന്താണ്? 45 rupees ഈച്ച്. ഷോപ്പ് കീപ്പർ എന്താ പറഞ്ഞത്? 45 rupees ഈച്ച്. ഓരോന്നിനും 45 rupees ആണ്. ഒരു പൈനാപ്പിളിന് 45 rupees ആണ്. replied the fruit seller. Kamala bought 2 pineapples and gave him a 100 rupee note. കമല 2 പൈനാപ്പിൾസ് വാങ്ങി and gave him a 100 rupee note. She asked Chinna to take the change. അതിനുശേഷം അവൾ ചിന്നയോട് പറഞ്ഞു, 2 പൈനാപ്പിളിന് വേണ്ടി ഞാൻ 100 rupees കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബാക്കി പൈസ നീ വാങ്ങിക്കണം. Take the change. Then she went to other shops to buy some more fruits. എന്നിട്ട് അമ്മ വേറെ ഷോപ്പിലേക്ക് വേറെ കുറച്ചുകൂടി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി പോയി. The fruit seller gave Chinna 2 10 rupee notes. Hiding a mischievous smile, Chinna ran to his mother. ഫ്രൂട്ട് സെല്ലർ
ചിന്നയ്ക്ക് 2 10 രൂപ നോട്ടാണ് കൊടുത്തത്. ഒരു കള്ള ചിരിയോടെ, ഹൈഡിങ് എ മിസ്ചീവിയസ് സ്മൈൽ. ഇത് കണ്ടപ്പോ ചിന്ന റാൻ ടു ഹിസ് മദർ. ചിന്ന അവിടുന്ന് ഓടി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ, ഡു യു നോ the fruit seller gave me 10 rupees extra by mistake. Can I buy the bells and some chocolates? Whispered Chinna. ഇത് ഇംഗ്ലീഷ് ചാപ്റ്റർ ആണ്, എന്നാലും സാരമില്ല. നമുക്ക് കുറച്ച് മാത്സും കൂടി ഒന്ന് നോക്കാം. ഷോപ്പ് കീപ്പർ പറഞ്ഞു ഒരു പൈനാപ്പിളിന് 45 റുപ്പീസ് ആണെന്നല്ലേ. അപ്പോ ഒരു പൈനാപ്പിളിന് എത്ര രൂപയാണ്? 45 റുപ്പീസ്. ഇനി 2 പൈനാപ്പിൾ ആണ് ഇവർ വാങ്ങിച്ചത് അല്ലേ. അപ്പൊ ഒരു പൈനാപ്പിളിന് 45, രണ്ടാമത്തെ പൈനാപ്പിളിന് അതും 45 റുപ്പീസ് ആണ്. ഇപ്പോ 2 പൈനാപ്പിളിനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്ര രൂപയാണ്? 5 + 5 10. അതിന്റെ 0 ഇവിടെ ഇടുക, 1 ഇവിടെ വെക്കുക. 4 + 4 8, 8 + 1 9, 90. അപ്പൊ ടോട്ടൽ 90 റുപ്പീസ് ആണ്. അമ്മ എത്ര രൂപയാണ് കൊടുത്തത്? 100 റുപ്പീസ്. അപ്പൊ 90 + 10 ആണ് 100 അല്ലെ. അപ്പൊ 10 റുപ്പീസ് ആണ് അവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നത്. അപ്പൊ ഷോപ്പ് കീപ്പർ ചിന്നയ്ക്ക് എത്ര രൂപയാണ് തിരിച്ചു കൊടുക്കേണ്ടിയിരുന്നത്? ഒരു 10 റുപ്പീസ് ആണ്. പക്ഷെ അതിന് പകരം ഷോപ്പ് കീപ്പർ അറിയാതെ 2 10 റുപ്പീസ് ആണ് ചിന്നയ്ക്ക് കൊടുത്തത്. ചിന്ന ഇത് കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഓടി അമ്മയുടെ അടുത്ത് വന്ന് പറയാ, സി ഫ്രൂട്ട് സെല്ലർ ഗേവ് മീ 10 റുപ്പീസ് എക്സ്ട്രാ ബൈ മിസ്റ്റേക്ക്. ഒരു 10 തരണ്ടുള്ളായിരുന്നു, പക്ഷെ 2 10 തന്നു ബൈ മിസ്റ്റേക്ക്. കെൻ ഐ ബൈ ബെൽസ് ആൻഡ് സം ചോക്ലേറ്റ്? ഈ പൈസ കൊണ്ട് ഞാൻ പോയിട്ട് ബെൽസും കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിക്കട്ടെ. വിസ്പേർഡ് ചിന്ന. ഷോപ്പ് കീപ്പറിന് മിസ്റ്റേക്ക് പറ്റിയ കാര്യമായതുകൊണ്ട് വളരെ വിസ്പറിംഗ് മോഡിൽ, വളരെ ഒച്ച കുറച്ചാണ് ചിന്ന സംസാരിക്കുന്നത്. ചിന്ന, ദാറ്റ്സ് വെരി ബാഡ്. ചിന്ന, അത് ശരിയല്ല. ദാറ്റ്സ് വെരി ബാഡ്. അതൊരു മോശമായ കാര്യമാണ്. ഇറ്റ് ഈസ് സ്റ്റീലിംഗ്. നമ്മൾ മോഷ്ടിക്കുന്നത് പോലെയാണ്. അത് കള്ളത്തരമാണ്. അത് മോഷ്ടിക്കുന്നത് പോലെയാണ്. ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഫൗണ്ട് യുവർ മണി മിസ്സിംഗ്? നിനക്ക് ഇന്ന് എങ്ങനെയാ ഫീൽ ചെയ്തത്? നിന്റെ മണി മിസ്സിംഗ് ആയി എന്ന് കണ്ടപ്പോ, നിന്റെ പൈസ കാണാനില്ല എന്ന് കണ്ടപ്പോ നിനക്ക് വളരെ വിഷമമായില്ലേ? ആസ്ഡ് കമല. അമ്മ ചോദിച്ചു. ഐ ഫെൽറ്റ് വെരി സാഡ് ആൻഡ് ആംഗ്രി, റിപ്ലൈഡ് ചിന്ന. അപ്പൊ എന്റെ പൈസ കാണാതെ പോയപ്പോ ഐ ഫെൽറ്റ് വെരി സാഡ്. എനിക്ക് വളരെ വിഷമമായി, അതുപോലെ ദേഷ്യവും വന്നു. റിപ്ലൈഡ് ചിന്ന. ചിന്ന പറഞ്ഞു. The fruit seller will also feel the same when he comes to know the mistake. അപ്പൊ ഫ്രൂട്ട് സെല്ലറിനും സെയിം ഫീലിംഗ് വരും. സെയിം ആയിട്ട് വിഷമവും ദേഷ്യവും ഒക്കെ വരും when he comes to know the mistake. മിസ്റ്റേക്ക് പറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുമ്പോൾ. Now be a good boy, said Kamala gently. അപ്പൊ കമല പറഞ്ഞു, now be a good boy. ഒരു നല്ല കുട്ടിയാകൂ. ചിന്ന looked at his mother thoughtfully. ചിന്ന അമ്മയെ വളരെ ചിന്താപൂർവ്വം ഒന്ന് നോക്കി. അത് ശരിയാണല്ലോ, ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് അവന് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഹി റാൻ ബാക്ക് ടു ദ ഫ്രൂട്ട് സെല്ലർ ടു റിട്ടേൺ ദ എക്സ്ട്രാ മണി. അവൻ ഫ്രൂട്ട് സെല്ലറിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. ടു റിട്ടേൺ ദ എക്സ്ട്രാ മണി. കിട്ടിയിരിക്കുന്ന എക്സ്ട്രാ മണി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. The fruit seller was very happy. ഫ്രൂട്ട് സെല്ലർക്ക് വളരെയധികം സന്തോഷമായി. You are an honest boy, he praised him. അദ്ദേഹം അവനോട് പറയാ, you are an honest boy. നീ സത്യസന്ധനായ ഒരു കുട്ടിയാണ്. He praised him. അദ്ദേഹം അവനെ അഭിനന്ദിച്ചു. അദ്ദേഹം അവനെ പുകഴ്ത്തി. ചിന്ന ran back to his mother. ചിന്ന അവന്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ച് ഓടിപ്പോയി. Kamala felt pleased with Chinna's honesty and took him to Chacha's shop to buy the tingling bells. ഇങ്ങനെ ഒരു സത്യസന്ധമായ കാര്യം ചിന്ന ചെയ്തപ്പോൾ അമ്മയ്ക്ക് അത് വളരെയധികം സന്തോഷമായി. അതുകൊണ്ട് അമ്മ took him to Chacha's shop. ചാച്ചയുടെ ഷോപ്പിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? tingling bells അല്ലേ? To buy the tingling bells. Chacha was about to close his shop. ചാച്ച ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോവായിരുന്നു. വെയിറ്റ്, കോൾഡ് ചിന്ന. അപ്പൊ ചിന്ന ഉറക്കെ വിളിച്ചു പറഞ്ഞു, വെയിറ്റ്, ക്ലോസ് ചെയ്യല്ലേ. ഡു യു സ്റ്റിൽ ഹാവ് ദ ബെൽസ്? നിങ്ങളടുത്ത് ആ ബെൽസ് ഇപ്പോഴുമുണ്ടോ? യെസ് ഐ ഡു, സെഡ് ചാച്ച. ചാച്ച പറഞ്ഞു. ചിന്ന പെയ്ഡ് ഹിം 10 റുപ്പീസ് ആൻഡ് ദേ ബോത്ത് ഹാപ്പിലി വാക്ക്ഡ് ഹോം. ചിന്ന ആ 10 രൂപ ചാച്ചയ്ക്ക് കൊടുത്തിട്ട് ആ ടിങ്കിൾ ബെൽസ് വാങ്ങിച്ച്, എന്നിട്ട് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയി. ദ ബെൽസ് വെയർ ടിംഗ്ലിംഗ് ഇൻ ചിന്നാസ് പോക്കറ്റ്. അത് പോക്കറ്റിൽ കിടന്ന് ഇങ്ങനെ ആ ടിംഗ്ലിംഗ് സൗണ്ട്, ശബ്ദം ചിന്നയുടെ പോക്കറ്റിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു.
Hearing the sound of bells, Chinna's pet kid Tara came running out. അങ്ങനെ അവര് വീട്ടിലെത്തി. അപ്പൊ ചിന്നയുടെ പോക്കറ്റ് കിടന്നിട്ട് ഈ ശബ്ദം ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ ശബ്ദം കേട്ടുകൊണ്ട് അവന്റെ പെറ്റ് ആട്ടിൻകുട്ടിയായിട്ടുള്ള താര വീട്ടിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്നു. ചിന്ന ഹാപ്പിലി ടൈഡ് ദ ടിംഗ്ലിംഗ് ബെൽസ് അറൌണ്ട് താരാസ് നെക്ക്. ചിന്ന ഭയങ്കര സന്തോഷത്തോടെ ആ ടിംഗ്ലിംഗ് ബെൽസ് താരയുടെ നെക്കിൽ കെട്ടിക്കൊടുത്തു. ഇവിടെ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ താരയ്ക്ക് ടിംഗ്ലിംഗ് ബെൽസ് ഇട്ടിട്ട്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു സ്റ്റോറി? ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കണം. നമ്മളൊരു കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഒരു കാര്യം മിസ്സിംഗ് ആവോ, നമുക്കൊരു കാര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വിഷമം വരുവോ ചെയ്യുമ്പോലെ തന്നെയാണ് നമ്മൾ വേറൊരാളുടെ അടുത്ത് നിന്ന് മോഷ്ടിക്കുകയോ എടുക്കുകയോ ചെയ്താൽ അവർക്കും ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, നല്ല കുട്ടിയാവുക. അപ്പൊ നിങ്ങളും നല്ല കുട്ടികളായിട്ട് വളരാ. ചിന്ന താരയ്ക്ക് ആ ടിംഗ്ലിംഗ് ബെൽസ് കെട്ടിക്കൊടുത്തു അല്ലേ? ഇനി താര എങ്ങോട്ട് ഓടുമ്പോഴും നന്നായിട്ട് ആ മണികിലുക്കം കേൾക്കുന്നുണ്ടാവും. അവർ രണ്ടുപേരോട് കളിക്കുന്നതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. A baby goat is called a kid, just like a young child. So when someone says, "Look at that kid playing in the field," they might not be talking about a human. They could mean a baby goat. അതായത് നമ്മൾ സാധാരണയായിട്ട് a kid എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യക്കുട്ടിയെയാണ് ഉദ്ദേശിക്കാറ് അല്ലേ? പക്ഷേ ചെറിയ ആട്ടിൻകുട്ടിയെയും കിഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു ഫീൽഡിലേക്ക് നോക്കി ആ കിഡ് കളിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോ മനുഷ്യക്കുട്ടിയെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അവിടെ ഒരു ആട്ടിൻകുട്ടി ഉണ്ടെങ്കിൽ അതിനെയും ആവാം പറഞ്ഞിട്ടുണ്ടാവാ. ഈ വീഡിയോ അധികം ലോങ് ആക്കാതിരിക്കാൻ വേണ്ടി ഇതിന്റെ എക്സസൈസ് നമുക്ക് പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും തീർച്ചയായും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.